നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടപടലം CPM-ന് അടികൊടുത്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതായത് PV അൻവർ നല്ല ഒന്നാം തരം അടി പിണറായിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. പിണറായിയുടെ ശിങ്കിടി P ശശിക്കിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ് PV അൻവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് PV അൻവർ രാജിവെച്ചതിന് പിന്നാലെ പലതും വെട്ടി തുറന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പൊള്ളലിലാണ് പിണറായി വിജയൻ. ഇനി എന്തൊക്കെ PV അൻവർ വിളിച്ചു പറയുമെന്നുള്ള ഭയം. അതായത് UDF-ലേക്ക് ചേക്കേറാനുള്ള ഒരു നീക്കമാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ വൈകിയത് കൊണ്ട് UDF-ൽ നിന്നുള്ള ഒരു തീരുമാനം വൈകിയത് കൊണ്ട് തൃണമൂലിൽ ചേക്കേറി. പക്ഷേ UDF-നെ മയപ്പെടുത്താൻ വേണ്ടി ചില പൊടിക്കൈകൾ PV അൻവർ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. VD സതീശനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് P ശശി പറഞ്ഞിട്ടാണെന്ന് അൻവർ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സതീശനുണ്ടായ മാനഹാനിക്ക് നിരുപാധികം മാപ്പ് പറയുന്നുവെന്നും അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് P ശശിയും പിണറായി വിജയനുമാണ് PV അൻവറിന്റെ ടാർഗറ്റ്. ഈ രണ്ട് തല വീഴാനാണ് PV അൻവർ കാത്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ CPM-നുള്ളിൽ അടിപൊട്ടുന്നതിന് വേണ്ടി ഒരു വെടി കൂടി പൊട്ടിച്ചിട്ടുണ്ട് PV അൻവർ. അതായത് P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് CPM നേതാക്കൾ പറഞ്ഞിട്ടാണെന്നും വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അതായത് PV അൻവർ കൃത്യമായി വ്യക്തമാക്കുകയാണ്, P ശശിക്കെതിരെയും പിണറായിക്കെതിരെയും തന്റെ പിന്നിൽ നിന്ന് തനിക്ക് വേണ്ടി കളിക്കുന്ന CPM-കാരുണ്ട് എന്ന്. അതായത് CPM-ലെ എല്ലാ വിവരങ്ങളും തനിക്ക് അപ്പപ്പോൾ ചോർന്ന് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി CPM-ൽ തന്നെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിണറായി വിജയനെയും P ശശിയെയും കണ്ടുകൂടാത്ത, പിണറായി വിജയനെയും P ശശിയെയും പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടർ CPM-ലുണ്ട്. അവർ PV അൻവറിനെ വെച്ച് നല്ല കൃത്യമായ കളി കളിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവാണല്ലോ അൻവറിന്റെ ഈ തുറന്നു പറച്ചിലുകളൊക്കെ. പാർട്ടി തന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് സ്പീക്കറുടെ അറിവോടെ താൻ ചെയ്തതെന്നും അതിന്റെ പാപഭാരം താൻ ഇപ്പോഴും ചുമക്കുകയാണെന്നും PV അൻവർ പറഞ്ഞു. ഒരുപാട് പാപഭാരം ചുമക്കുന്ന ആളാണ് താനെന്ന് അൻവർ പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ 150 കോടിയുടെ കോഴ ആരോപണം സഭയിൽ ഉന്നയിച്ചത് P ശശി നിർബന്ധം പിടിച്ചതുകൊണ്ടാണ്, അതും സ്പീക്കറുടെ അറിവോടെ. പിതാവിനെ തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സഭയിലിട്ട് ആക്രമിക്കുന്നത് കണ്ടതിന്റെ മാനസിക സംഘർഷത്തിലാണ് അന്ന് താൻ ആ വിഷയം സഭയിൽ അവതരിപ്പിച്ചതെന്നും അൻവർ പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച കാര്യം മാത്രമാണ് താൻ ചെയ്തത്. പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ അതിൽ കഴമ്പില്ലെന്ന് തെളിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ശത്രുവായി അവതരിപ്പിക്കാനാണോ അന്ന് അങ്ങനെ ഒരു പ്ലാനിംഗ് നടന്നതെന്നറിയില്ല. അന്ന് നടന്ന സംഭവത്തിൽ VD സതീശനുണ്ടായ മാനഹാനിക്ക് കേരള സമൂഹത്തോട് മാപ്പ് പറയുകയാണെന്നും അൻവർ പറയുന്നുണ്ട്. അതായത് PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്നത് VD സതീശനാണ്. ഒരു തരത്തിലും അൻവറിനെ തിരികെ എത്തിക്കാൻ VD സതീശൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അൻവർ VD സതീശനെ ഒന്ന് മയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മാപ്പ് പറച്ചിൽ നടത്തിയിരിക്കുന്നത്. മാപ്പ് പറച്ചിൽ നടത്തുന്നതിന്റെ കൂട്ടത്തിൽ CPM നടത്തിയ ചരടുവലികളെ കുറിച്ചും അങ്ങ് വെട്ടിത്തുറന്നു പറഞ്ഞു. പിണറായിസത്തിനെതിരെ 5 മാസമായി പോരാടുന്ന തനിക്ക് പിന്തുണ നൽകിയ ജനങ്ങൾക്ക് നന്ദി പറയുകയാണെന്നും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നമായ വന്യജീവി ആക്രമണ വിഷയം അവരോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല ചെയ്യപ്പെടുകയാണെന്നും അതിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും അൻവർ വ്യക്തമാക്കി. പാർട്ടിയുമായി സഹകരിച്ച് പോകാമെങ്കിൽ ഈ വിഷയം സംസാരിക്കാമെന്നും ഇന്ത്യ മുന്നണി ഈ വിഷയം ഉന്നയിക്കുമെന്നും ഉറപ്പു നൽകി. വന്യജീവികളെ നിയന്ത്രിക്കാൻ പദ്ധതി തയ്യാറാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്നും അവർ പറഞ്ഞതായി അൻവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അൻവർ അതായത് ഒരു ജനകീയ നേതാവാണ് താനെന്ന് കാണിക്കാനുള്ള നീക്കങ്ങളും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇത്രകാലം കർഷകരോട് മലയോരവാസികളോടും ഒരു അനുകമ്പയും കാണിക്കാതിരുന്ന അൻവറാണ് പൊടുന്നനെ വനം നിയമത്തിനെതിരെ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് കർഷകർക്കൊപ്പം നിൽക്കുന്നു, മലയോര മേഖലയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് അൻവർ കൃത്യമായ രാഷ്ട്രീയ കളി, അതായത് തന്നെ വെച്ച് നടന്ന കൃത്യമായ രാഷ്ട്രീയ കളികളെ കുറിച്ചാണ് വെട്ടിത്തുറന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതായത് P ശശി പറഞ്ഞതുകൊണ്ട് ഞാൻ VD സതീശനെതിരെ ആരോപണം ഉന്നയിച്ചു, പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ
അൻവറിനെ ഉപയോഗിച്ച് ഇതിനു മുൻപും പിണറായിയും CPM-ലെ പല നേതാക്കളും പല ശത്രുക്കളെയും ഒതുക്കാൻ നീക്കം നടത്തിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ തന്നെ അൻവർ വെളിച്ചത്ത് പറയുകയാണെങ്കിൽ CPM-ന് വലിയ അടിയായി മാറും അത്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ പല കാര്യങ്ങളും അറിയാവുന്ന ആൾ കൂടിയാണ് അൻവർ. അത്തരത്തിൽ പിണറായി വിജയന്റെ ഒരു പതനം തന്നെയാണ് എന്തായാലും ഇപ്പോൾ PV അൻവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അൻവർ രംഗത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ അൻവർ പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും CPM-നെതിരാണ്. അതായത് കോൺഗ്രസിലെ പല നേതാക്കളെയും വേട്ടയാടുന്നതിന് വേണ്ടി തന്നെ വെച്ച് പലതും CPM നടത്തിയിട്ടുണ്ട് എന്ന്. ഒരുപാട് പാപഭാരം പേറുന്ന ഒരു മനുഷ്യനാണ് താന് എന്നുകൂടി അൻവർ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ കൊണ്ട് ആ പാപം ചെയ്യിച്ചവർ ആരൊക്കെയാണ് എന്ന് അൻവർ വെളിപ്പെടുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ CPM-ലെ പല നേതാക്കളുടെയും മുഖം മൂടികൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.